മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികരാകാൻ കഴിയൂ. അതിനർത്ഥം സാമ്പത്തിക യാത്ര എന്നുള്ളത് നഷ്ടങ്ങളും കൂടെ സഹിക്കാൻ മനസ്സുള്ളവർക്കേ. ഖേദങ്ങളില്ലാതെ, അതായത് വലിയ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക സമ്മർദ്ദങ്ങളും ഇല്ലാതെ നഷ്ടങ്ങളും കൂടി സഹിക്കാൻ മനസ്സുള്ളവർക്കാണ് ധനികരാകാൻ കഴിയുക എന്നത് തന്നെയാണ്. 90% മനുഷ്യരും സാമ്പത്തിക യാത്രയിൽ പിന്തള്ളപ്പെട്ടു പോകുന്നു. സാമ്പത്തികമില്ലാതെ ജീവിച്ചു മരിച്ചു പോകേണ്ടി വരുന്നു. 10% ആളുകൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. നഷ്ടങ്ങളെ ഭയക്കുന്നവർക്കാണ് സാമ്പത്തികം നേടാൻ കഴിയാതെ പോകുന്നത്. നഷ്ടങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തോടെ തന്നെ. കാരണം സാമ്പത്തിക യാത്ര എന്നുള്ളത് ഒരു ഉയരത്തിലേക്ക് നേരെ പോകുന്നൊരു ഗ്രാഫല്ല. അത് താഴുകയും ഉയരുകയും ചെയ്യും. പക്ഷേ ആ താഴലും ഉയരലും മുകളിലേക്കായിരിക്കുമെന്ന് മാത്രം. ആ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് നഷ്ടങ്ങളും ഉണ്ടാകുമെന്നുള്ള ആ ബോധ്യത്തോടെ മുന്നോട്ട് പോകുന്നവർക്കാണ് ഇടയ്ക്ക് വെച്ച് പിന്മാറി വഴുതി വീണ് നഷ്ടങ്ങളെ ഭയന്ന് പിന്മാറി ആ സാമ്പത്തിക യാത്ര മുഴുമിപ്പിക്കാൻ നിൽക്കാതെ പിന്മാറി ആ സാമ്പത്തിക ഇല്ലാത്തവരുടെ ഗണത്തിൽ പെട്ടു ജീവിച്ച് തീർക്കുന്നതിന് പകരം ആ അതിസമ്പന്നരുടെ ഗണത്തിലേക്ക് എത്താൻ കഴിയുന്നത് ആ നഷ്ടങ്ങളും ഉണ്ടാകുമെന്നുള്ള അറിവുള്ളവർക്ക് തന്നെയാണ്. ഒരു ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികരാകാൻ കഴിയൂ എന്നത് തന്നെയാണ് അതിൻ്റെ വ്യക്തമായ പ്രമാണം. നമുക്കൊന്നുകൂടെ വിശദീകരിച്ച് നോക്കാം. ഒരു ദരിദ്രനായ വ്യക്തിയോട്, അതീവ ദരിദ്രനായി ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ വെച്ച്, അദ്ദേഹം ദീർഘകാലം ജീവിച്ച മരണശയ്യയിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിക്കാതിരിക്കട്ടെ, എല്ലാവരുടെയും കേസല്ല, ഭൂരിപക്ഷം ദരിദ്രരുടെയും കേസിൽ എപ്പോഴെങ്കിലും പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? വികാരാധീനനായി പറയും, ഇല്ല, നെവർ, ഒരിക്കലും ഞാൻ പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന കാശാവട്ടെ അത് ഒരു പോക്കറ്റടിക്ക് പോലും വിധേയമാകാതിരിക്കാൻ വേണ്ടി ഇന്നർ പോക്കറ്റിനകത്ത് വേറൊരു രഹസ്യ പോക്കറ്റും വെച്ച് അത്ര ഭദ്രമായിട്ടാണ് ഞാൻ പണം സൂക്ഷിച്ചിരുന്നത്. ഞാനും എൻ്റെ വൈഫും എല്ലാം കൂടെ ചേർന്ന് വളരെ വളരെ ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടാതെ അത്രയും സൂക്ഷിച്ചാണ് ജീവിച്ചിരുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ പണം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ കാര്യത്തിൽ മാത്രം ഞാൻ ഭയങ്കര മിടുക്കനാണ്. ഇന്ന് വരെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പല ദരിദ്രരും പറഞ്ഞേക്കാം. ഞാൻ ഇന്ന് വരെ ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ കാര്യത്തിൽ എനിക്ക് വളരെ കരുതലായിരുന്നു, ശ്രദ്ധയായിരുന്നു, വളരെ അതിന് ഞാൻ ബുദ്ധി ഉണ്ടായിരുന്നു, അതിനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നെന്തുണ്ട് ബാക്കി? എൻ്റെ പൊന്നു സാറേ, ഒന്നും പറയേണ്ട, ആകെ പോക്കാണ്. 2 മക്കളാണെങ്കിൽ ഒരു വഴിക്കുമല്ല ഉണ്ടായിപ്പോയി. ഉള്ള വീടാണെങ്കിൽ ഏത് നിമിഷവും ജപ്തിയാകാം. ഒരുപാട് കടവും പ്രശ്നങ്ങളും, ആകെപ്പാടെ കടങ്ങളും കടബാധ്യതകളും, യാതൊരു രക്ഷയില്ലാത്ത അവസ്ഥ. എൻ്റെ അവസാന കാലവുമായി ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആകെപ്പാടെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം. പക്ഷേ ഒരിക്കൽ പോലും പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല. പണം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നെന്ന് അഭിമാനത്തോടെ പറയുകയും ചെയ്യും. നേരെ മറിച്ച് ഒരു അതിസമ്പന്നനോട്, നിങ്ങളൊരു ചെറിയ സമ്പന്നനെ നോക്കണ്ട, ഉദാഹരണം നോക്കുമ്പോൾ ഒരു 5000 കോടി ആസ്തിയുള്ളൊരു സമ്പന്നനോട് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു വന്നിരിക്കട്ടെ, നിങ്ങളെപ്പോഴെങ്കിലും പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ എന്തൊരു വിഡ്ഢി ചോദ്യമാണ് ചോദിക്കുന്നത്. എൻ്റെ ആദ്യ ശ്രമങ്ങൾ തന്നെ, ആദ്യത്തെ ഒരു ഒന്നാമത്തെ ശ്രമവും രണ്ടാമത്തെ ശ്രമവും മൂന്നാമത്തെ ശ്രമങ്ങളും ഒക്കെ എത്രയോ പണം നഷ്ടമായിരിക്കുന്നു. അതിനടുത്തൊരു ശ്രമത്തിൽ പാർട്ട്ണർ ഒരു ചതിച്ചത് കൊണ്ട് വലിയ തുക തന്നെ നഷ്ടമായി. അതിനുശേഷം ഇത്രാം വർഷം ഒരു മാന്ദ്യം വന്നപ്പോൾ എൻ്റെ പകുതി ആസ്തി നഷ്ടമായി. അതിനുശേഷം പിന്നീട് ഒരിക്കലും ഒരു ബിസിനസ് സംരംഭത്തിൽ ഇറങ്ങി തിരിച്ചു, അത് മുഴുവൻ പണവും നഷ്ടമായി. അങ്ങനെ എത്രയോ പ്രാവശ്യം പണം നഷ്ടമായിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴെന്തുണ്ട് ബാക്കി? അത് നിങ്ങൾ കാണുന്നില്ലേ? 5000 കോടി ആസ്തി, ഇത്ര കാര്യങ്ങൾ, പല ഷോപ്പിംഗ് മാളുകൾ, പല എസ്റ്റേറ്റുകൾ, വെറൈറ്റി പ്രീമിയം വാഹനങ്ങൾ, അങ്ങനെ 5000 കോടിക്ക് മേൽ ആസ്തി. അതിസമ്പന്നനാണ് എങ്കിൽ, അതിസമ്പന്നൻ്റെ ദീർഘകാലം ജീവിച്ച് അതായത് അദ്ദേഹം കടന്നു പോകുന്ന കാലഘട്ടമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ചോദിച്ചു നോക്കൂ, പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. എത്രയോ പ്രാവശ്യം പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നതുകൊണ്ട് അദ്ദേഹം ധനികൻ അല്ലാതായോ? ഇല്ല എന്ന് മാത്രമല്ല, അതിസമ്പന്നതയിൽ വിരാജിച്ച് അഭിമാനകരമായ ജീവിതം നയിച്ച് കടന്നു പോവുകയും ചെയ്യുന്നു. പക്ഷേ ദരിദ്രരോ പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധാലുക്കളാണ്. അതായത് ഇവിടെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം, സാമ്പത്തിക യാത്ര എന്നുള്ളത് എല്ലാ ശ്രമങ്ങളും നഷ്ടപ്പെടാതെ ലാഭങ്ങൾ മാത്രം വരികയും പണം മാത്രം വരികയും ചെയ്യുന്ന ഏർപ്പാടല്ല സാമ്പത്തിക യാത്ര, സാമ്പത്തിക വിജയം എന്നുള്ളത്. അതിനാൽ തന്നെ ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്ക് ധനികരാകാൻ കഴിയൂ എന്നുള്ള ആപ്തവാക്യം മനസ്സിലാക്കിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോവുക. ധീരമായി മുന്നോട്ട് പോകുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കും. ദരിദ്രനായി ജീവിക്കാനാണ് പോകുന്നതെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാതെ ജീവിക്കാൻ കഴിയും. പക്ഷെ ധീരമായി ആ ധനികത, ആ അതിസമ്പന്നരുടെ ആ 10% ഗണത്തിലെത്തി ജീവിക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ പലപ്പോഴും ചിലപ്പോഴും നഷ്ടങ്ങൾ വന്നു വന്നിരിക്കാം. ആ നഷ്ടങ്ങൾ ആ ഒരു വിജയം വരിക്കാനുള്ള സാമ്പത്തിക യാത്രയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നാൽ അതിസമ്പന്നരുടെ ഗണത്തിലെത്തും. പലവട്ടം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ആ അതിസമ്പന്നതയോ ആ വൻ സമ്പന്നതയോ അകലെ നിൽക്കുകയുമില്ല. അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുക തന്നെ ചെയ്യും. അതിസമ്പന്നനായി ജീവിച്ച് കടന്നു പോകാൻ കഴിയുകയും ചെയ്യും. അതിസമ്പന്നയായി ജീവിച്ച് കടന്നു പോകാൻ കഴിയുകയും ചെയ്യും. എല്ലാവർക്കും കഴിയും. അതിനാൽ തന്നെ ആ ഒരു ആപ്തവാക്യം ഒരിക്കൽ കൂടെ മനസ്സിൽ കോറിയിടുക. ഖേദങ്ങളില്ലാതെ നഷ്ടപ്പെടാനും മനസ്സുള്ളവർക്കേ ധനികരാകാൻ കഴിയൂ. നിങ്ങൾക്കും കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. യാഥാർത്ഥ്യം
യാഥാർത്ഥ്യങ്ങളെ കണ്ടുകൊണ്ട്, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, മിഥ്യാബോധങ്ങൾക്ക് അടിമപ്പെടാതെ, ആ 90% അവിവേകികളുടെ വാക്കുകൾക്ക് കാതു കൊടുക്കാതെ, യഥാർത്ഥ ധനികരുടെ രീതികളെ മനസ്സിലാക്കിക്കൊണ്ട് മാനിച്ചുകൊണ്ടും, ആ യഥാർത്ഥ ധനികരുടെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾക്കും ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെക്കാളും പലവിധ ശേഷികളും സാഹചര്യങ്ങളും കുറഞ്ഞ എത്രയോ ആളുകൾ അതിസമ്പന്നരുടെ ഗണത്തിലുണ്ട്. സോ നിങ്ങൾക്കും കഴിയും. ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അർഹതയാണ്. നിങ്ങൾക്കത് കഴിയുക തന്നെ ചെയ്യും. ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു ട്രാക്കിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെയോ മനസ്സിൽ തോന്നുന്ന നിരാശാബോധങ്ങൾ കൊണ്ടോ തട്ടുകേടുകൾ കൊണ്ടോ എപ്പോഴെങ്കിലൊക്കെ വരുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ കൊണ്ടോ വീണു പോകാതെ വീണ്ടും എണീറ്റ് പടപൊരുതിയാൽ, രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞിറങ്ങി പുറപ്പെട്ട് നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചാൽ, ജീവിതം ഒരു യുദ്ധമാണെങ്കിൽ നല്ലൊരു യോദ്ധാവായിരിക്കുക. ജീവിതം ഒരു ഗെയിമായി എടുത്താൽ മതി. നല്ലൊരു പ്ലെയർ ആയിരിക്കുക. ഇനി അഥവാ ഒരു യുദ്ധമാണെങ്കിൽ നല്ലൊരു പോരാളിയായിരിക്കുക. ജീവിതത്തെ ഒരു ഗെയിമായി, ഒരു നല്ലൊരു കളിയായി എടുത്തുകൊണ്ട് നല്ലൊരു കളിക്കാരനായി, നല്ലൊരു കളിക്കാരിയായി, നല്ലൊരു പ്ലെയറായി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഉചിതമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ അവർ നല്ലൊരു കളി കാഴ്ചവെച്ചുകൊണ്ട്, നല്ലൊരു ഗെയിം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും, നിങ്ങൾക്കും, ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയുമെന്നുള്ള പ്രമാണം ആവർത്തിക്കാത്ത തരമില്ല. സോ നിങ്ങൾക്കും കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും.